പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ധ്യാനിക്കുന്നത് സുഭാഷിത പുസ്തകം 16:32. അതിന് വെളിപ്പെടുത്താണ്: ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ആരാണ് ശ്രേഷ്ഠൻ? അതായത് ക്ഷമാശീലൻ. അതായത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ. അതായത് ചില സമയങ്ങളിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് ചവിട്ടിയില്ലെങ്കിൽ അത് വലിയ ക്ഷമാശീലൻ കരുത്തനേക്കാളും. എന്നിട്ട് പറയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നു. അല്ലേ, ശരിക്കും നമ്മുടെ മനസ്സാണ്. അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കാണ്, ഒരു വ്യക്തി അദ്ദേഹം ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഞാനിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറയായിരുന്നു, അച്ഛാ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ പെട്ടെന്ന് ഓരോ ഇമോഷൻസിനെ ഞാൻ വിധേയപ്പെടും. അപ്പോൾ എൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചർ, 9ാം ക്ലാസ്സിലെ ടീച്ചറൊക്കെ എന്നോട് പറയുമായിരുന്നു, മോനെ, നീ പെട്ടെന്ന് അങ്ങനെ ദുഃഖത്തിൻ്റെ ഇത് വരുമ്പോൾ ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ, എനിക്കൊരു ശക്തി നൽകണമേ ആ ദുഃഖത്തിൻ്റെ വികാരത്തെ. ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം, ദുഃഖമാണെങ്കിൽ ഭയങ്കര ദുഃഖം, നിരാശയാണെങ്കിൽ ഭയങ്കര. അപ്പോൾ ടീച്ചർ എന്നോട് പറയുമായിരുന്നു, വെച്ചാൽ എൻ്റെ മോനെ, നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം, നീ എല്ലാം ഓവറായിട്ട് പോകല്ലേ, ഒന്ന് പരിശ്രമിക്കുകയെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയെ. ഒരു കാത്തലിക് സ്കൂളിലെ കുട്ടിയായിരുന്നത്. അപ്പോൾ ടീച്ചർ കെമിസ്ട്രി ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിലും ടീച്ചർ ഇത് പറയുമായിരുന്നു. അപ്പോൾ അവൻ പറയുമായിരുന്നു, ഞാൻ അതൊക്കെ തള്ളിക്കളഞ്ഞു വെച്ചാൽ, ഞാൻ ടീച്ചർ പറഞ്ഞൊന്നും കേട്ടില്ല, പക്ഷേ ഇന്ന് എൻ്റെ അവസ്ഥ ശോചനീയം. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല വ്യക്തികളിലൂടെ ഈ തിരുവചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒന്ന് വചനം പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങളെ നമ്മൾ ഒന്ന് കടിഞ്ഞാണിടാനായിട്ട് അതെല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. അത് മനസ്സിൻ്റെ ചില വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അങ്ങനെ പല മേഖലകളുണ്ട്. ഏതൊക്കെയാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ. എല്ലാം പാപം മുള പൊട്ടുന്നതല്ലേ മനസ്സിലല്ലേ. അപ്പോൾ നമുക്ക് ശരി ഈ ഒരു കൃപയ്ക്ക് വേണ്ടി, വചനം പ്രാവർത്തികമാക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ നോമ്പിലേക്കൊക്കെ, വലിയ നോമ്പിലേക്ക് പതുക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വർഷത്തെ വലിയ നോമ്പ്, വലിയ ഒരു അഭിഷേകം, നല്ലതായിട്ട് നോമ്പെടുക്കാൻ, ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം, നല്ലൊരു കുമ്പസാരം നടന്നാനൊക്കെയായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.